ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്, ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു 2 ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ട്രിവാൻഡ്രം വരെ പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഞാൻ നേരെ വിശേഷത്തിലേക്ക് കിടന്നാൽ, അപ്പോൾ ഇനി മുതൽ നമ്മൾ ഡെയിലി ഇടുന്നതായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിരക്കാന്നൊന്ന് വിചാരിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഏതായാലും ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഡെയിലി ഇടാൻ തന്നെ ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. നിങ്ങൾ എവിടെന്നെങ്കിലും ഒക്കെ നിങ്ങൾ കഥ കേൾക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്കിന്നും വൈകിട്ട് കഥ കിട്ടുന്നുണ്ട്, കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ മറ്റു ചാനലിൽ നിന്നൊക്കെ കയറി കാണുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏകദേശം കഥ അറിയായിരിക്കും. എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക്, നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു കഴുത്ത് ഉളുക്കിയിരിക്കുകയാണല്ലോ. അപ്പൊ കഴുത്ത് മാത്രം ശരിയായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കഴുത്ത് ഇനിയിപ്പോ ശരിയാണെങ്കിൽ പലക വെച്ച് കിടക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പലക വെച്ചൊക്കെ കിടക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ചന്ദ്ര. രേവതിയാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പലക വെച്ച് പലകയോ അങ്ങനെ എങ്ങാണ്ട് വെച്ച് കൊടുക്കാനുള്ള സംഭവം എല്ലാം നമ്മുടെ രേവതി തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. അങ്ങനെ രേവതി തന്നെ എല്ലാം ഒരുക്കി കൊടുക്കുന്നു. ഇപ്പൊ തറയിൽ കിടക്കണം, അതാണ് പ്രധാന കാര്യം എന്ന് പറയുന്നത്. പെടലിയൊക്കെ ഉളുക്കുമ്പോഴത്തേക്കും കട്ടലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ തറയിൽ കിടക്കുന്നതാണ് നല്ലത് എന്ന് ആ ഒരു തിരുമുന്ന സ്ത്രീ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രേവതിനെ കൊണ്ടാണ് രവീന്ദ്രൻ എല്ലാം ചെയ്യിപ്പിക്കുന്നത്. രേവതി എല്ലാം കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകൂലോ. അങ്ങനെ തറയിലൊക്കെ കിടത്തി നമ്മുടെ രേവതി കിച്ചണിലേക്കൊക്കെ പോയി. ഏതായാലും തറയിൽ കിടന്നു കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മുടെ രേവതിയാണ്. അപ്പൊ രേവതി റൂമിലേക്ക് വരികയാണ്. ചന്ദ്ര ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞത്, ചന്ദ്ര ഒറ്റയ്ക്കായതുകൊണ്ട് മോളെ നീ ഒന്ന് പോയി കിടന്നോണം, അവളെ ഒറ്റയ്ക്കാക്കി കളയരുത് എന്ന് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ വേണമല്ലോ. അതുകൊണ്ട് നമ്മുടെ രേവതി പായും തലകണയൊക്കെ ആയിട്ട് നമ്മുടെ രേവതി ചന്ദ്രയുടെ അടുത്ത് കൂട്ടുകിടക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഓഹോ ഇതാര്, നീ എന്തിനാ ഇവിടെ വന്നത്, നീ ഇവിടെ വരുവൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല, ഞാൻ സമാധാനമായിട്ട് ഉറങ്ങണം എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ മെക്കിട്ടങ്ങ് ചെന്നില്ല. രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോട്ട്. എന്താ പറയാ, നീ എൻ്റെ അടുത്ത് കിടക്കണ്ട, എനിക്ക് അറപ്പാണ് വെറുപ്പാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്, നമ്മുടെ മനസ്സിനും ആ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതുപോലെ രേവതി അങ്ങ് എന്തോ പോലെ ആയിപ്പോട്ടെ. കാരണം രേവതി അങ്ങ് തകർന്നു പോയി. ഒരു സഹായം ചെയ്യാൻ നമ്മുടെ ചന്ദ്രയുടെ കൂടെ കയറി കിടക്കാം. ചന്ദ്രയുടെ കൂടെ ഒന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കാന്ന്. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ എങ്ങനെ കലി വരാതിരിക്കും. ഏതായാലും നമ്മുടെ രേവതി ഒന്നും മിണ്ടിയിൽ അങ്ങ് മാറി നിന്നു. അർപ്പും വെറുപ്പും ഉള്ളവരുടെ അടുത്ത് കിടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് മാറി നിന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നുണ്ട്. അപ്പം ശ്രുതിയും ഹോളിലാണ് കിടക്കുന്നത്. അവർ ഹോളിൽ അങ്ങാണ്ട് തറയിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പൊ റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, സച്ചി രേവതി റൂമിൽ. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവരുടെ ഇന്നത്തെ ദിവസം തറയിലാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശ്രുതിയും കൂടെ കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വിളിക്കുകയാണ്. അപ്പം ചന്ദ്ര വിളിക്കുന്നതും ശ്രുതി ഓടി ചെല്ലുക. എന്താ ആന്റി എന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോഴത്തേക്കും, നീ ഒരു കാര്യം ചെയ്യണം മോളെ, നീ എന്നെ കൈവിടരുത് മോളെ, നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യുക മോളെ, നീ എൻ്റെ അടുത്ത് കിടക്കണം, അല്ലെങ്കിൽ ഇവളുണ്ടല്ലോ ഈ വൃത്തികെട്ടവള്, അവൾ എൻ്റെ അടുത്ത് കിടക്കും, അവൾ എൻ്റെ അടുത്ത് കിടക്കുന്നത് എനിക്ക് അറപ്പാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ആന്റി പേടിക്കേണ്ട ആന്റി, ആന്റിയുടെ കൂടെ ഞാൻ കിടന്നോളാം, അതിനിപ്പോ എന്താ, ആന്റി പേടിക്കൊന്നും വേണ്ട എന്ന് പറയാം. അപ്പൊ നമ്മുടെ രേവതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കണം. ഓർക്കണം, ഒരു മരുമകളോട് ഒരു രീതി, മറ്റൊരു മരുമകളോട് വേറൊരു രീതി, എല്ലാവരോടും ഒരുപോലെയാണ്. പിന്നെയും നമുക്ക് നോക്കി നിന്ന് സഹിക്കാം. ഇതിപ്പം ഒരു മരുമകളെ വലിയ പൊക്കത്ത് വെക്കുന്നു, നമ്മുടെ രേവതിനെ പിടിച്ച് താഴെ ഇടുന്നു. എന്താല്ലേ അവസ്ഥ. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി മാറി നിന്നു. പോട്ടെ, സാരമില്ല, എല്ലാം സഹിക്കാനും ശ്രമിക്കാനും നമ്മുടെ രേവതി തയ്യാറാകുന്നുണ്ട്. അപ്പൊ സാരമില്ല എന്ന് ഓർത്ത് തന്നെ നമ്മുടെ രേവതി മാറി നിന്നു. അങ്ങനെ ശ്രുതി ഇങ്ങനെ ഇപ്പൊ ആന്റി ഞാൻ വരാൻ തലകണയൊക്കെ പോയി എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് നേരെ തലകണ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ തലകണ എടുക്കാൻ വേണ്ടി ചെന്ന ഉടനെ തന്നെ ശ്രുതി ഇവിടെ കിടക്ക് ബാന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് നമ്മുടെ ശ്രുതി കിടത്താൻ തുടങ്ങിയതും ശ്രുതി പറയാണ്, അയ്യോ ഞാൻ ഇവിടെ അല്ല, ഞാൻ അമ്മയുടെ അടുത്തായിരുന്നു കിടക്കുന്നത്. അതെന്താ ശ്രുതി, നീ അമ്മയുടെ അടുത്ത് കിടക്കുന്നത്? സമ്മതിക്കില്ല ഞാൻ, നീ ഇവിടെ കിടന്നില്ല, എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞപ്പോ, അതെങ്ങനെയാ ശരിയാവുന്നത്, അമ്മ അവിടെ ഞാൻ ചെല്ലണം എന്നാ പറയുന്നത് നിങ്ങളുടെ അമ്മ, ആന്റിക്ക് ഞാൻ കിടക്കണം എന്നൊക്കെ തന്നെയാ പറയുന്നത്. അമ്മയുടെ ഒരു കാര്യം, അമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാന്നും പറഞ്ഞ് ശ്രുതി പോയതിന്റെ പുറകെ നേരെ ഓടി ചെല്ലുകയാണ് നമ്മുടെ ശ്രുതി. എന്നിട്ട് അമ്മ എന്തിനാ, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിടന്നാൽ പോരെ, ഇനി എന്നത്തിന് അമ്മ ഇവളെ വിളിച്ച് കൂട്ട് കിടത്തുന്നത്, ഞാൻ അവിടെ തന്നെ എങ്ങനെയാ അമ്മയെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ, നീ ഇത്രയും നാളും മോനെ തന്നെയല്ലേ കിടന്നത്, നീ ഇത്രയും നാളും ആ വീട്ടിൽ തന്നെയല്ലേ കിടന്നത്, നീ ആ റൂമിൽ തന്നെയല്ലേ കിടന്നത്, കൊള്ളാടാ, നീ ഭയങ്കരം തന്നെ. ആഹാ, പണ്ടൊക്കെ നിന്റെ അടുത്ത് വന്ന് ശ്രീകാന്ത് കിടക്കാൻ തുടങ്ങുമ്പോൾ നീ എന്താ പറയുന്നത്, എന്റെ മുറിയിൽ ഞാൻ ആരെയും കേട്ടില്ല, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോഴെന്താടാ നിനക്ക് പറ്റിയത്,
നീ ഇപ്പൊ എന്താടാ കാണിക്കുന്നത്? കൊള്ളാലോടാ നീ കൊള്ളാം. ഈ അമ്മയുടെ വേദനയും വിഷമവും എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവക്കറിയാം, ശ്രുതിക്ക് അറിയാന്ന് പറഞ്ഞപ്പോ, അമ്മ ഞാൻ അതും കൊണ്ടല്ല. അമ്മയ്ക്ക് രേവതിനെ വിളിച്ച് കിടത്തത്തില്ലേ, അവള് എനിക്ക് വിളിച്ച് കിടത്താൻ ഇഷ്ടമല്ല. അവള് ചിലപ്പോ ഉറക്കത്തിൽ എന്നെ എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അവക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യമല്ല, ചിലപ്പോൾ അവളെന്നെ ഞെക്കി കൊല്ലും മോനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോനെ, പറ്റത്തില്ല മോനെ, എനിക്ക് പറ്റത്തില്ല മോനെ. അതുകൊണ്ട് ശ്രുതി എന്റെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വാശി പിടിച്ച് നമ്മുടെ ശ്രുതിനെ അവിടെ കിടത്തി. എന്ത് ചെയ്യാൻ, ഈ കൂത്തും മേളവും ഒക്കെ കണ്ടോണ്ട് നിൽക്കുക എന്നുള്ളതല്ല. രേവതിക്ക് പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തിനു പ്രതികരിക്കണം? പ്രതികരിച്ചിട്ട് 5 പൈസയുടെ വെളിവില്ലാത്ത നമ്മുടെ ചന്ദ്രയോട് പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നിപ്പോ രേവതിക്കും അറിയാം. അപ്പൊ രേവതി അതുകൊണ്ട് വലിയ കാര്യത്തിൽ പ്രതികരിക്കുന്നുമില്ല. എന്തെങ്കിലും കാണിക്കണം എന്ന് വെച്ച് രേവതി അങ്ങ് പോയിട്ടോ. ഏതായാലും അന്നത്തെ ഒരു ദിവസം നമ്മുടെ ചന്ദ്രയ്ക്ക് കൂട്ടുകിടന്നത് ശ്രുതിയാണ്. അപ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെയും കടയാണ്. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദാ കിടക്കണു നമ്മുടെ ശ്രുതിയോട് ഭയങ്കര സ്നേഹപ്രകടനം. അങ്ങനെ കടയുടെ അവിടെ ഇരുന്ന് പറയാണ്. അകത്ത് ആ ഒരു ക്യാഷ് കൗണ്ടറിന്റെ അവിടെ ഇരുന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നിന്റെ അടുത്ത് കിടക്കാൻ കഴിഞ്ഞാത്തോണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നിന്നെ ഒന്ന് കാണാനോ നിന്നൊന്ന് ചേർത്ത് പിടിക്കാനോ പറ്റിയില്ലല്ലോ ഇന്നലെ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റൊമാൻസ് ഒക്കെ ഇടുന്നു. അപ്പോഴത്തേക്കും കയ്യിലൊക്കെ കയറി ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞ്, എന്താ ശ്രുതി കാണിക്കുന്നത്? ശ്രുതി പറയുന്നത് ശരിയൊക്കെയാണ്, നമുക്ക് ഒരുമിച്ച് കിടക്കാനൊക്കെ കഴിഞ്ഞില്ല. അതൊക്കെ പോട്ടെ, ഇത് കടയല്ലേ, കടയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ? ഇത് നമ്മുടെ കടയല്ലേ, ഇതിൽ സ്റ്റാഫുകളൊക്കെ കാണൂലേ? ഓ അത് ശരിയാണല്ലോ അല്ലേ എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ്. ഏതായാലും ശ്രുതി അപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ശ്രുതിയുടെ ശ്രദ്ധ അങ്ങ് മാറാണ്. അവിടെ ഒരു കസ്റ്റമർ വരുന്നു. ആ കസ്റ്റമറിന്റെ അടുത്ത് വേറൊരു സ്റ്റാഫ് നിന്ന് സംസാരിക്കുന്നു. അപ്പൊ ആ സ്റ്റാഫിന്റെ ഷർട്ടൊക്കെ ഇങ്ങനെ ചുളുങ്ങിയാക്കി ഇരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ശ്രുതിക്ക് വൃത്തിയും, അതായത് ഒരു സ്റ്റാഫ് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നെപ്പോഴും ഈ ഒരു സ്റ്റാഫുകളോട് പറയുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഈ ചുളുക്കും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെ പോയി പെട്ടെന്ന് വിളിച്ചു വരുത്തിട്ട്, താൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അയാൾ ചോദിച്ചു, ഞാൻ എന്ത് കാണിക്കാനാ ശ്രുതി സാറേ? അല്ല, താൻ ഈ ഇട്ടിരിക്കുന്നത് എന്താ? ഈ താൻ ഇട്ടിരിക്കുന്ന ചുളിവ് വന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടില്ല അയൺ ചെയ്യാതെയും ഇൻ ചെയ്യാതെയും അതുപോലെ ഷൂസ്, അങ്ങനെ ഇവിടെ ഒരു എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ തന്നിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് അയൺ ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അത് പിന്നെ സാർ എന്നോട് ക്ഷമിക്കണം, വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ അയൺ ബോക്സ് ഇല്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് അയൺ ചെയ്യാത്തത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ അയൺ ബോക്സ് ഇല്ലെന്നല്ല, റൂമിൽ അയൺ ബോക്സ് ഇല്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യമുണ്ട്. ശ്രുതി എന്തൊക്കെയാണെങ്കിലും ഞാൻ എൻ്റെ കടയ്ക്ക് ഒരു ഡിസിപ്ലിൻ കൊടുത്തിട്ടുണ്ട്, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് നിങ്ങൾ അയൺ ചെയ്തിട്ട് ഇനി വന്നാൽ മതി. ഇനിയിപ്പോൾ അയൺ ബോക്സ് ഇല്ല എന്നും പറഞ്ഞ് ആരും ഇവിടെ അയൺ ചെയ്യാതെ വരാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്നിട്ട് നമ്മുടെ ശ്രുതി ഒരു അയൺ ബോക്സ് കടയിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട് ആ സ്റ്റാഫിന്. അങ്ങനെ ആ സ്റ്റാഫിന് ഒരുപാട് സന്തോഷമാകാണ്. കാരണം ഒരു മുതലാളി ഇങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സാധനം എടുത്തു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സന്തോഷം തോന്നുന്നു. അപ്പം അയാൾ പറയും, ഒരുപാട് നന്ദിയുണ്ട് ശ്രുതി സാറേ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയും. പക്ഷെ നമ്മുടെ ശ്രുതിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ചോദിക്കുകയാണ്, എന്ത് പരിപാടിയാണ് ശ്രുതി കാണിച്ചത്? അങ്ങനെ അയൺ ബോക്സ് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഇവർ മുതലെടുക്കില്ല, ഇവര് ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ട വരില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഹേയ് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് പക്ഷേ ഞാൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റാഫിന് ഒരു അയൺ ബോക്സ് കൊടുത്തെന്നും പറഞ്ഞ് നമ്മുടെ കമ്പനിക്ക് ഇടുവൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, നീ ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിന്റെ സ്റ്റാഫിന്, അതായത് നിന്റെ സ്റ്റാഫിനല്ല, ക്ലയന്റിന്റെ ഭർത്താവിന് നീ ഇവിടുന്ന് ആവശ്യത്തിലേറെ സാധനങ്ങൾ കൊടുത്തില്ലേ, അതുപോലെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ ശ്രുതിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അന്ന് വന്നില്ലായിരുന്നു അയാള്, നമ്മുടെ ശ്രുതിയുടെ ശത്രു, എന്തോ ദാസ് എന്നല്ല അവന്റെ പേര്. അപ്പൊ അവന് കൊടുത്ത കാര്യമാണ് നമ്മുടെ ശ്രുതി അവിടെ എടുത്തിടുന്നത്. അപ്പോഴത്തേക്കും എന്താ, ശ്രുതിക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും. ഈ സമയത്ത് നമ്മുടെ മീര വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മീര വരുമ്പോഴത്തേക്കും കടയിലെ ഐശ്വര്യത്തിന് വേണ്ടി മീര എന്താ കൊണ്ട് കൊടുക്കുന്നത്? എന്തോ ഒരു പടമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഈ പടം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ നല്ല ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു പടം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിന്റെ പടമാണെന്ന് എനിക്ക് അറിയില്ല, ഞാനത് കറക്റ്റ് പറയുന്നില്ല. നമുക്ക് നാളത്തെ ഫുൾ വിശേഷത്തിൽ കേൾക്കാം എന്തിന്റെ ഫോട്ടോയാണെന്നൊക്കെ. അപ്പൊ എന്തൊരു ഫോട്ടോയാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിക്കുന്നു, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, മീര സംസാരിക്കുന്നു. അങ്ങനെ ശ്രുതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അവരുടെ ഇടയിൽ കുറച്ച് സംഭാഷണം തമാശയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും. നമ്മുടെ മീരയ്ക്ക് പിന്നെ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ എപ്പോഴും ശ്രുതിയോട്. ശ്രുതിയും മീര എന്ന് പറയുന്ന അത്രയ്ക്കും നല്ലൊരു ഫേവറേറ്റ് കൂട്ടുകാരാണല്ലോ അവർ തമ്മിൽ. അപ്പൊ അവരുടെ ആ ഒരു കൂട്ടിനെ കുറിച്ച് പറയുന്നതും ഒക്കെയാണ് ആ ഒരു സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല്
നമ്മുടെ രേവതി മാർക്കറ്റിൽ പൂക്ക് എടുക്കാനായിട്ട് പോകുമ്പോൾ പൂ കൊടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു സംഭവം നടക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ബീരാനിക്ക, അതായത് ശ്രുതിയുടെ ഇളയച്ചൻ. ബീരാനിക്കാണല്ലോ ശ്രുതിയുടെ ഇളയച്ചൻ. അപ്പൊ ശ്രുതിയുടെ ഇളയച്ചൻ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ മാർക്കറ്റ് വെച്ച് നോക്കിയപ്പോ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ശ്രുതിയുടെ ഇളയച്ചൻ നിൽക്കുന്നു. നമ്മുടെ രേവതിയെ ഇദ്ദേഹം എന്താ ഇവിടെ, ഇദ്ദേഹം ഇനി പുറത്തൊങ്ങാണ്ടൊക്കെ ആണല്ലോ, പുള്ളിക്കാരൻ മലേഷ്യയിലാന്ന് പറയുന്നു, ഗൾഫിലാന്ന് പറയുന്നു, സൗദിയിലാന്ന് പറയുന്നു, ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ്. അപ്പം ഇതെന്ത് പറ്റി, ഇതെന്താ ശ്രുതിയുടെ മാമൻ ഇവിടെ എന്ന് പറഞ്ഞ് ഓടി ചെന്നപ്പോഴത്തേക്കും, ശ്രുതിയുടെ മാമനല്ല ഇളയച്ചൻ ഇവിടെ എന്ന് പറഞ്ഞ് ഓടി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ബീരാനിക്ക രേവതിനെ കണ്ടു. ബീരാനിക്ക് ഇത് കണ്ട ആ ഒരു ഇത് സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ രേവതിനെ കാണാതെ അവിടെ നിന്ന് മുങ്ങി കേട്ടോ. കാരണം രേവതി കണ്ടുപിടിച്ച അറിയാം ബീരാനിക്കയ്ക്ക് തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമെന്നറിയാം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നമ്മുടെ ശ്രുതിയുടെയും മീരയുടെയും എടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ മീരയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ എന്നെ കണ്ട കാര്യം ഇങ്ങനെ പറയുകയാണ്. മീര പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞ, അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അപ്പൊ ഈ കടയിലാണ് ചെല്ലുന്നത്, ശ്രുതിയുടെയും കടയിൽ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ മീര പറയടി, ബീരാനിക്കനെ പെട്ടെന്ന് ഇപ്പം കണ്ടു, ഏതായാലും ഇനിയിപ്പോ രേവതി ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ബീരാനിക്കനെ അവിടെ നിന്ന് മാറ്റണം. ആ സമയത്ത് തന്നെയാണ് രേവതി ശ്രുതിയുടെ കടയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പം മാല ഇടാനെങ്ങാണ്ട് വരുന്ന, എല്ലാ കടയിലും മാല കൊടുക്കൂലോ, മാല എങ്ങാണ്ട് ഫോട്ടോയിൽ ഇടാനോ അങ്ങനെ എങ്ങാണ്ടൊക്കെ വരുന്നതാണ്. അതായത് കടകളിലും എല്ലാ കടകളിലും ഫ്രഷ് പൂക്കളൊക്കെ രാവിലെ ദൈവത്തിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ കൊടുക്കൂലോ, മാലയൊക്കെ ഇടും, വിളക്കൊക്കെ കത്തിക്കും. അപ്പൊ അതുകൊണ്ട് മാല, ഫ്രഷ് പൂവ് കൊണ്ടുണ്ടാക്കിയ മാല കൊടുക്കാനായിട്ട് നമ്മുടെ രേവതി വന്നതായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവിടുന്ന് ബീരാനിക്കാനെ മാറ്റി മീര. അപ്പൊ നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്ന കണ്ടതും ഓടി നമ്മുടെ രേവതി ചെന്നിട്ട് മാലയും കൊണ്ട് വന്നാന്ന് പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ രേവതിനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കണുണ്ടെങ്കിലും രേവതി ആരാ മോള്, രേവതി പറഞ്ഞു വേണ്ട, ഞാൻ ഈ മാല ഇട്ട് തരാം, ആദ്യം ഈ ഫോട്ടോ ഇവിടെ വെച്ചേക്കുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ മാല ഞാൻ തന്നെ ഇടാന്നും പറഞ്ഞുകൊണ്ട് ആ മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ രേവതിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതി. പക്ഷെ രേവതി ഒഴിവാകുന്നില്ല. അപ്പൊ രേവതി അതിനിടയ്ക്ക് പറയാണ്, ശ്രുതി ഇന്നൊരു കാര്യം ഉണ്ടായി, ഞാൻ നിന്റെ ഇളയച്ചനെ കണ്ടെന്നേ. ഇളയച്ചനോ, ഏത് ഇളയച്ചൻ? നിന്റെ ഇളയച്ചനില്ലേ അങ്ങ് മലേഷ്യയിലുള്ളത്? മലേഷ്യയിലുള്ള ഇളയച്ചനെ നീ കാണാൻ വഴിയില്ലല്ലോ രേവതി, കാരണം മലേഷ്യയിലുള്ള എന്റെ ഇളയച്ചൻ ഇപ്പം ഗൾഫിലാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, നിന്റെ ഇളയച്ചനെ തന്നെയാണ് ഞാൻ കണ്ടത്, ഞാൻ നന്നായിട്ട് കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി തർക്കിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഇളയച്ചനെ മീര മാറ്റി നിർത്തിയിരിക്കുകയാണ് കേട്ടോ, ബീരാനിക്ക മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ കടയിൽ തന്നെ ബീരാനുണ്ട്. ബീരാന്റെ ഓട്ടം മുഴുവൻ, കണ്ണ് മുഴുവൻ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനിലേക്കാണ്. ഇനിയിപ്പം വീണ്ടും നമ്മുടെ ശ്രുതിക്ക് ബീരാനിക്കയ്ക്ക് വേണ്ടി AC, വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല. കാരണം ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ബീരാനിക്ക പറയാണ് എനിക്കത് വേണം, ഇല്ലെങ്കിൽ ഞാൻ ശ്രുതി നിന്റെ കാര്യം പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞാൽ തീർന്നില്ല. ഇതാണ് പറയുന്നത്, ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളങ്ങൾ പറഞ്ഞാലും 100 കള്ളങ്ങൾ ചെയ്താലും ഒരിക്കലെങ്കിലും ആ സത്യം വെളിയിൽ വരുമെന്ന യാഥാർത്ഥ്യം അറിയാതെ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞു കൂട്ടുന്നത് നമ്മുടെ ശ്രുതിയെ. ഇപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പം കടത്തിന് മേൽ കടം വന്നിരിക്കുകയാണ് ശ്രുതിക്ക്. ദാസിന് കൊടുക്കണം, ബീരാനിക്കാക്കി കൊടുക്കണം, ആർക്കൊക്കെ കൊടുത്താലോ, എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലോ. അപ്പൊ ഇതും കൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ, കാരണം ഞാൻ ഒത്തിരി മുന്നോട്ടേക്ക് പോകുന്നില്ല. കാരണം അറിയാലോ, ഞാൻ ഇന്നും മുന്നോട്ടേക്ക് ഒത്തിരി കഥ പറയും. നാളെ പിറ്റേ ദിവസം ചിലപ്പോൾ ആ കഥയുടെ ആ ഒരു ഭാഗത്തിന്റെ കുറച്ച് ഭാഗമേ കാണിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ആൾക്കാർ പറയും ചിന്നു ഞങ്ങൾക്ക് അന്നുള്ള കഥ കേട്ടാൽ മതിയെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ലെങ്തി കൂട്ടി ഒത്തിരി അങ്ങോട്ട് പോയി പറയാത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് സമയം ഉള്ളൂ. അപ്പൊ ആ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്രയും എളുപ്പം കേൾക്കുന്നതൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പൊ അതാണ് കേട്ടോ, നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഈ 20 മിനിറ്റും 40 മിനിറ്റും ഒക്കെ വലിച്ചു നീട്ടി ചെയ്യുന്നവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. അങ്ങനെ ചെയ്യുന്നവർ ചെയ്യട്ടെ. പക്ഷെ ഞാൻ കൂടിപ്പോയ 15 മിനിറ്റൊക്കെ ഈ പ്രമോ ഇടാറുള്ളൂ. കാരണം നമ്മുടെ വിലപ്പെട്ട സമയം ഒത്തിരി നേരം നിങ്ങൾക്ക് ഇതിന്റെ മുമ്പിൽ ഇരുന്ന് കളയാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ രസമുള്ള രീതിയിൽ, ആസ്വദിക്കുന്ന രീതിയിൽ സമയം വളരെ കുറച്ച് ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ 2 ദിവസം വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തിരക്കും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ട്രിവാൻഡ്രം വരെയൊക്കെ പോകേണ്ടി വന്നു. അപ്പം അതായിരുന്നു 2 ദിവസം വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നത്. അപ്പം നമ്മുടെ സപ്പോർട്ടേഴ്സ് ഒന്നും നമ്മൾ ഇട്ടിട്ട് പോയേക്കരുതേ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. ടാറ്റാ, ബൈ ബൈ.